ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിന്റെയോ പുഞ്ചിരി മായണമെങ്കിൽ ഒരു കാര്യം സംഭവിച്ചാൽ മതി. ആ കുടുംബത്തിൽ ആർക്കെങ്കിലും മാരകമായ രോഗമുണ്ടെന്നറിഞ്ഞാൽ പിന്നെ നമുക്ക് ചിരിക്കാൻ കഴിയുമോ? നമ്മുടെ പ്രിയമുള്ളവർ ആ രോഗത്തിന്റെ വേദനയിൽ കിടന്ന് വല്ലാതെ വേദനിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പിന്നെ ആസ്വദിക്കാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, സമ്പത്തിനേക്കാൾ എത്രയോ മുകളിലാണ് ഒരു മനുഷ്യൻ ആരോഗ്യമുള്ളവൻ ആവുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് എപ്പോ നിങ്ങൾ ദുആ ചെയ്താലും ആഫിയത്തുള്ള ദീർഘായുസ്സിനു വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കാൻ കാരണം. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നെങ്കിൽ ധാരാളം ദിക്റുകൾ നാം മുമ്പ് പറഞ്ഞിരുന്നു. എന്നാലും ഏറ്റവും നല്ലൊരു അമല് ഞാൻ പറഞ്ഞു തരാം. മറ്റൊന്നുമല്ല, നമുക്കത് പഠിക്കാം. ആരാണോ രോഗി അവർക്ക് 41 ഫാത്തിഹ വെള്ളത്തിൽ മന്ത്രിക്കുകയും അതുപോലെ തന്നെ അള്ളാ എന്ന സുന്ദരമായ ജലാലയത്തിന്റെ ഇസ്മിനെ 66 പ്രാവശ്യം എഴുതി ആ വ്യക്തിയെ കുടിപ്പിച്ചാൽ അല്ലാഹു തആല രോഗത്തിന് ശമനം നൽകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്.